ചാത്താ കുട്ടി ചാത്താ ഓം ക്രീം കുട്ടി ചാത്താ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ വരില്ലെന്ന് നിന്നെ ഞാൻ വരുത്തിക്കും ഓം ക്രീം കുട്ടി ചാത്താ ചാത്താ വരാൻ വാ ആ ഓം ക്രീം കുട്ടി ചാത്താ ചാത്താ വരാൻ വാ ആരാണ് ഞാൻ മാവേലി. മാവേലിയോ ഓണത്തിനെത്തുന്ന മാവേലി. ഞാൻ കുട്ടിച്ചാത്തനെയാണ് വിളിച്ചത് എവിടെ കുട്ടിച്ചാത്ത ഈ ഓണക്കാലത്ത് വിളിച്ച കുട്ടിച്ചാത്തനല്ലോ മാവേലിയല്ലേ പ്രത്യക്ഷപ്പെടുന്നത്. ഇതെന്റെ സീസണാ, എന്റെ മാത്രം സീസൺ. മാവേലിക്ക് എന്താ കാര്യം? നരേന്ദ്രപ്രസാദ് കളിക്കാതെ ഞാൻ പറയുന്ന കാര്യം കേക്കടൂ കാർന്നൂര്. മാവേലി ഇപ്പൊ ആരെ കാണാനാ വന്നേ? ഞാൻ കേരളത്തിലെത്തുമ്പോ എന്നെ കൂടെ ചിരിപ്പിക്കാൻ എന്റെ കൂടെ എന്റെ ടിന്റുമോൻ ഉണ്ടാവും. എന്റെ ടിന്റുമോനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. കാർന്നൂര് ചിരിച്ചില്ലേ, അത് എന്റെ ടിന്റുമോന്റെ ഗുണം. ആട്ടെ, പണ്ട് ഞാൻ നിങ്ങളെ കാണുമ്പോഴേ നിങ്ങൾ ഒരു കൊടും കാട്ടിലിരുന്നല്ലേ മന്ത്രവാദം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എന്താ ഇവിടെ ഇരിക്കണേ? ആ കാട് തന്നെ ഇത് ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. ഈ കാട് മുഴുവൻ ബിൽഡിംഗ് ആയല്ലോ. ഇത് എന്ത് കോലം. പണ്ട് ഈ കൊടുങ്കാട്ടിൽ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും കൊലപാതകം ഉണ്ടായിരുന്ന സ്ഥല. ഇനിയിപ്പോ ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പോവാ. രണ്ടും കണക്ക് തന്നെയല്ലേ. മെഡിക്കൽ കോളേജ് വന്നാലും ഇതൊക്കെ തന്നെയല്ലേ നടക്കുക. മാവേലിയോട് സംസാരിച്ചെന്ന് എന്റെ മന്ത്രവാദത്തിന് വിഘ്നം സംഭവിച്ചു. എവിടെ എന്റെ കുട്ടിച്ചാത്തൻ? എനിക്ക് എന്റെ കുട്ടിച്ചാത്തനെ കാണണം. എനിക്ക് എന്റെ കുട്ടിച്ചാത്തനെ കാണണം. ഒന്ന് നിർത്തണോ കാർന്നോരെ? കരുനാഗപ്പള്ളിയിലെ സിദ്ധനെ അറിയാലോ, നടുവ് ചവിട്ടി കൂട്ടിയ ആള്. അയാളുടെ അടുത്ത് കൊണ്ടുപോയി തന്നെ നടുവ് ഞാൻ ചവിട്ടി കൂട്ടും. ഇങ്ങനെയുണ്ടോ ടിന്റുമോനെ? ടിന്റുമോനെ हमू काका बाबाना हमू मामा भोयना हमू काका बाबाना भोरा रे हमू टिमली मारमिए. अरे भाई मेरा टिंडुमोन इधर देखा है. मेरा टिंडुमोन छोटा टिंडुमोन देखा. എന്താ ഭയങ്കര പ്രശ്നം? പണിയെടുക്കണ മലയാളിയാ. അല്ല, ഞാൻ പണ്ട് വന്നപ്പോഴേ ആരോട് സംസാരിച്ചാലും ഹിന്ദിയിലാ സംസാരിക്കണേ. അതുകൊണ്ട് ഞാൻ ബംഗാളിയാന്ന് തെറ്റിദ്ധരിച്ചതാ. ക്ഷമിക്കണം കേട്ടോ. അതിന് ആര് പറഞ്ഞു ഞാൻ മലയാളി? ഞാൻ ബംഗാളിയാ. ഞങ്ങൾ എത്ര കാലം ഇവിടെ വന്നിട്ട്. ഇപ്പൊ നിങ്ങളെക്കാളും എന്താണ് മലയാളം ഞങ്ങൾ പറയും. പച്ചു കൊടുക്കളി ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്റെ ഈശ്വര, ഇതെന്തത്? മുങ്ങി ചാവാതിരുന്ന ഭാഗ്യം. പുതിയ റോഡിന് പേരും റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കണു. ആ കൊള്ളാലോ. ഏകാന്ത പഥികൻ ഞാൻ അല്ലിതൊരു മാവേലിയോ? എടോ അന്തപ്പ, താൻ കുറെ കാലം ഡൽഹിയിലായിരുന്നല്ലോ. അതെ. എപ്പോഴും ഇങ്ങോട്ട് വന്നേ? എന്റെ പൊന്നു മാവേലി, അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്റെ മാവേലി, കേന്ദ്രത്തിലെ കുളത്തിലൊരു താമര വിരിഞ്ഞു. അതോടെ അവിടുത്തെ മീൻപിടുത്തം മതിയാക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു. സത്യത്തിൽ എന്ത് ഇവിടെ നടക്കണേ? ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. സത്യത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് ഭരണം എന്താണെന്നറിയോ? മാവേലി എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തന്നു. ഭരിക്കുമെന്ന് ഭരണപക്ഷം, ഭരിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. ഇവര് തമ്മിലുള്ള അടിയാണ് യഥാർത്ഥത്തിലുള്ള ഭരണം. ഈ രാഷ്ട്രീയക്കാര് ഹൃദയമില്ലാത്തവരെന്ന് പറയണേ. സത്യത്തിൽ ഈ മലയാളിയുടെ ഹൃദയം എവിടെ ഇരിക്കണേ? എന്റെ ഒരു കാഴ്ചപ്പാടിൽ മലയാളികളുടെ ഹൃദയം 5 വർഷം ഇടതും 5 വർഷം വലതും. ഞാൻ ഭരിച്ച കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? അക്രമം, അനീതി, സോളാറ്, സരിത, അഴിമതി, ഹൗസ് വാമിംഗ്, കരിക്ക്, വിലക്കയറ്റം, പിന്നെ പീഡനം. ഇവിടെ സ്ത്രീകൾക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? ഇതൊന്നും ഇയാൾ അറിയണല്ലേ? ഇതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഹായ്, സെക്രട്ടറി എന്തിനാടി വരാൻ പറഞ്ഞു? എനിക്കറിയില്ല, എന്നോടും വരാൻ പറഞ്ഞു. എന്തോ കാര്യമുണ്ട്, നിങ്ങൾ വാ നോക്കാം. അത്യാവശ്യമായിട്ട് വിളിച്ചേ? ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പീഡനമാണ്. പത്രത്തിലും ടിവിയിലും എവിടെ നോക്കിയാലും ഈ പീഡനം തന്നെയല്ലേ. നമ്മുടെ കുട്ടികൾക്ക് വരെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ?
അതുകൊണ്ട് സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം? നമുക്ക് ഈ ഫ്ലാറ്റിലെ എല്ലാ സ്ത്രീകൾക്കും കൂടി കരാട്ട പഠിക്കാം. കരാട്ടയാ? നിങ്ങൾ എതിർപ്പൊന്നും പറയണ്ട, കരാട്ട പഠിപ്പിക്കാനുള്ള മാഷ് ദാ ഇപ്പൊ ഇവിടെ എത്തും. എന്റെ മാഷ ഞാൻ കാണണേ ഒറ്റ വെട്ടിന് ഓട് പൊട്ടിച്ചോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാഷിനെ പേടിയാവൂലേ? പേടിയാവൂലേന്നോ? എടാ ഈ ചപ്പാത്തി കോലുള്ളപ്പോ ഓടല്ല കരിങ്കല് വരെ ഞാൻ പൊടിപൊടിയെ കളയും. അതാണ് ഈ ആശ, അതാണ് ഈ ചപ്പാത്തി കോൽ, അറിയോ? തടവല്ല, ഷർട്ടിന്റെ ഉള്ളിൽ ഒരു പാറ്റ പോയിട്ട് മനുഷ്യന് നിക്കളിയില്ല. പാറ്റ മാങ്ങാ തോലി. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക, നിനക്കെന്തൊരു മൂഡ് ഔട്ട്? അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ ഇവിടെ പിടിച്ചെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു മൂടുമില്ല. എടാ ചങ്ങാതി, ഒരു കരാട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കണം. ഊർജത്തേങ്ങ. എന്താണ് അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ കരാട്ട പഠിപ്പിക്കാൻ പോകുന്നു. എവിടെ പെൺകുട്ടികൾ? എന്റെ കൈ ധരിക്കുന്നു തല്ലുകൊള്ളാഞ്ഞിട്ട്. അല്ല കരാട്ട പഠിപ്പിക്കാൻ. എന്താന്ന്? ഇങ്ങോട്ട് വാടങ്ങാതി. എന്താണ് ചൈനയിൽ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞേ? അതെ തന്തയ്ക്ക് വിളിക്കണം വാടാ. നിക്കാൻ. ഇവിടെയാണ് നമ്മൾ സ്ത്രീകളെ കരാട്ട പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ നിനക്കൊരു മൂടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര മൂടില്ല. ഈ മുഖത്ത് മുടിയുള്ള പെൺകുട്ടികളെയാണോ നമ്മൾ കരാട്ട പഠിപ്പിക്കേണ്ടത്? ആ മുഖമുണ്ട്. കേറിപ്പോരെ കേറിപ്പോരെ മാഷേ. മാറ് മാറ്. നിങ്ങളാണോ ഞങ്ങളെ കരാട്ടെ പഠിപ്പിക്കാൻ വന്ന മാസ്റ്റേഴ്സ്? അല്ലല്ല, ഞങ്ങളാണ് നിങ്ങളെ കരാട്ടെ പഠിപ്പിക്കാൻ വന്ന മാസ്റ്റേഴ്സ്. കരാട്ടയിൽ നമ്മൾ പല ബാലപാഠങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഹുസ്സടിക്കാം. എല്ലാരും ഒന്ന് ഹുസ്സടിച്ചേ. എന്നെ ഈ കാണിക്കാനല്ല പറഞ്ഞത്, ഹുസ്സടിക്കാൻ. എന്നാടാ അത്? അതെ ഉസ്സടിച്ചപ്പോ ഒരു എമ്പക്കം കയറി വന്ന ആ കടല പറ്റിച്ച പണിയാ. അവന്റെ ഒരു കടല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രീത്തിങ് അനാലിസിസ്. ശ്വാസം എങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാം എന്നതിനെ കുറിച്ചാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ബ്രീത്തിങ് അനാലിസിസ് ആരംഭിക്കാം. മനസ്സിലായോ? എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. എല്ലാവരും കൈകൾ ചുരുട്ടി പിടിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചോളൂ. അശ്വമേധം നാടകം കളിക്കാനല്ല പറഞ്ഞത്, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ. നിന്റെ തൊണ്ടക്കുഴിയിൽ പീപ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ പഠിച്ചാ പീഡനത്തിന് രക്ഷപ്പെടുമോ മാഷേ? മുതുക്കിക്കറിയോ? സോറി, കുട്ടിക്കറിയോ? കഴിഞ്ഞ ദിവസം അതിക്രൂരമായ പീഡനത്തിനിരയാകേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ വളരെ സാഹസികമായി രക്ഷിച്ചു. സെൽഫ് കൺട്രോൾ. ഞാൻ ആത്മസംയമനം പാലിച്ചു. ഇനി സ്ത്രീകൾ കരാട്ടയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. ബോയ്സ് റെഡി അല്ലേ? കണ്ടോ? നമുക്ക് നോക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇവിടെയൊക്കെ ചോറ്റാനിക്കരെ കൊണ്ട് ആണി അടിക്കണം. അയ്യോ, ഇങ്ങനെ കാണിക്കാനാണോ ഞാൻ പറഞ്ഞു തന്നത്? ഇങ്ങനെ കാണിക്കാനാണോ? ബോയ്സ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. ഇതിന്റെയൊക്കെ കാലിൽ ആണിയാണ്. മനസ്സിലായോ? അങ്ങനെ കാണിക്കും. റെഡി? 1 2 3 4 സ്റ്റാർട്ട്. ഇനി എല്ലാരും ഹുസിന്റെ വിത്ത് വാങ്ങി കഴിഞ്ഞെങ്കിൽ അങ്ങ് നിർത്തിക്കോ. ഓ, എന്തുവാ ഈ കാണിക്കുന്നേ? പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു അടവ് പറഞ്ഞതാ. ഞാൻ ഒന്ന് കിടക്കട്ടെ. എന്റെ മാഷ, ആ കൊച്ചിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുവാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാൻ ആ കൊച്ചു പറഞ്ഞത്. കിട്ടി കിട്ടി. കോഴികളൊക്കെ ഞാൻ ശ്വാസം പിടിച്ചു നിൽക്കും. നിങ്ങൾ എല്ലാവരും ശക്തിയായിട്ട് എന്റെ വയറ്റിൽ പഞ്ച് ചെയ്യണം. നീ ഡെയിലി പഞ്ചണതല്ലേ, ചെയ്യാത്തവര് ചെയ്യട്ടെ. നീ അങ്ങോട്ട് മാറിക്ക്. ഓരോരുത്തർ വന്ന് പഞ്ചിക്കോളൂ.
എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? അതോ കുടിച്ചപ്പെട്ടിന്റെ കാലിന്റെ ആരോ കല്ല് വലിച്ചെറിഞ്ഞതാ. ഓ, മമ്മി ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അയ്യേ, ഇതെന്തൊരു വേഷോ! അവിടെ ഞാൻ സ്ലീവ്ലെസ് ടീഷർട്ട് എടുത്ത് വെച്ചിട്ടില്ലേ, അതെടുത്തിടായിരുന്നില്ലേ? ദേ സൂക്ഷിച്ചൊക്കെ വരണേ. ബൈ മമ്മി. അയ്യോ, പിള്ളേരുണ്ടാവും എന്തോ. ഒന്ന് മാറിക്കേ. ബൈ. കൈന്ന് കാണിച്ചേ. നല്ല തഴപ്പാണല്ലേ. ആ, ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഗുണ്ട നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അതിനെ എങ്ങനെ തടുക്കണം എന്നതിനെ കുറിച്ചാണ്. മനസ്സിലായി. മനസ്സിലായല്ലോ? നിങ്ങൾ ആരെങ്കിലും ഒരു ഗുണ്ട അയക്കടാവേ. ആ ഗുണ്ടയാവൊന്നും വേണ്ട. ഗുണ്ടേനെ പോലെ തന്നെ കണ്ടംപൂച്ചയുടെ തൊട്ട് ഒരുത്തം വരുന്നതേ. എവിടെ? തലയുടെ മുടി കുറച്ചാൽ മാഷാണെങ്കിൽ ഇയാളെ ഒന്ന് ഓടിക്കും. മാഷിനെ തല്ലാൻ നടക്കുന്ന ബ്ലേഡുകാരൻ ഗുണ്ടയല്ലേ ഇത്? എന്ത് മർമ്മം കാണിച്ച അയാളെ പറഞ്ഞു വിട്ടത്? കൈമർമ്മം. കൈമർമ്മം? ആ. എന്ത് കൈമർമ്മം? നാണം കെടുത്തരുത്. വൈകിട്ട് കൃത്യമായിട്ട് പലിശ വീട്ടിൽ കൊണ്ടും തരാം. ശരി, എഴുതി വെച്ചേക്കാറില്ലേ? അയ്യോ, പോലീസ്. എന്നെ കാണിച്ചു കൊടുക്കില്ലേട്ടാ. ഈ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോ പുറത്തോട്ട് പോയ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളാണ്. അതെ, അവർക്ക് എന്തോ പറ്റി? ആ, അവരെ വഴിയിൽ വെച്ച് കുറച്ചുപേർ ആക്രമിക്കാൻ ശ്രമിച്ചു. അയ്യോ, പേടിക്കാനൊന്നുമില്ല, കുട്ടികൾ സുരക്ഷിതരായ സ്റ്റേഷനിലുണ്ട്. നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം. അല്ല മാഷേ, ഇപ്പൊ നമ്മുടെ കരാട്ടെ ക്ലാസ് പൊളിഞ്ഞാ? ഓ, എടാ മടമോറ, ഈ പീഡനം കുറക്കാനായിട്ട് കരാട്ടയും കുംഫും ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. എടാ, ഈ പെൺകുട്ടികള് മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് നടന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ പീഡനം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല. മനസ്സിലായോ? വീട്ടിലേക്ക് പോകാം.